2016 കാവേരി തർക്കം ഏത് തരത്തിലേക്ക് പോയി എന്ന് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. കാവേരി തർക്കം ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുൻപോ ആരംഭിച്ചതാണെന്ന് പലർക്കും തോന്നുമായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. കാവേരി തർക്കത്തിന് ഏകദേശം 130 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ചരിത്രമുണ്ട്. കാവേരി എന്ന് പറഞ്ഞാൽ മാണ്ഡ്യ, മാണ്ഡ്യ എന്ന് പറഞ്ഞാൽ കാവേരി. കാവേരി എന്നാൽ ബംഗളൂരുവിലെ കുടിവെള്ള പ്രശ്നത്തിനുള്ളൊരു പരിഹാരമാണ്. കാവേരി എന്നാൽ മാണ്ഡ്യയിലും അതിനു ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൃഷിക്കായുള്ള ജീവജലമാണ്. അടുത്തിടെ ഈ കാവേരി തർക്ക വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ബംഗളൂരിലെത്തി കർണാടക മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താനായി ഒരു യോഗം നിശ്ചയിച്ചിരുന്നു. ആ യോഗം നിശ്ചയിച്ചിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നാൽ ഇവിടെ മഴ പെയ്യാത്തതിനാൽ ഇതിനകം തന്നെ ജലനിരപ്പ് കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ദിവസവും ഇത്രയും ക്യൂസെക്സ് വെള്ളം അവർക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാകുമെന്ന കാരണത്താൽ ആളുകൾ നേരത്തെ തന്നെ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. അതേ സമയത്താണ് അദ്ദേഹത്തിന്റെ ജനനായകൻ എന്ന സിനിമ റിലീസ് ആകുന്നതും കർണാടകയിലുടനീളം നിരവധി തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുന്നതും. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും നടന്നു. ഇത്തരം പ്രതിഷേധങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി വിജയ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ആ പ്രശ്നം അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ വഷളായേക്കാം എന്ന് കരുതി കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല, വരും ദിവസങ്ങളിൽ നോക്കാം എന്ന് പറഞ്ഞ് സമയം നീട്ടി നൽകി. അതേ സമയത്താണ് അടുത്തിടെ ശക്തമായ മഴ പെയ്യുന്നത്. മഴ പെയ്തതോടെ അവിടുത്തെ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം തുറന്നു വിടുന്നതിൽ സ്വാഭാവികമായും തടസ്സമൊന്നും ഇല്ല എന്ന് കർണാടക മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. കാവേരി വേണം 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 എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് പ്രക്ഷോഭം നടക്കുന്നത്? കാവേരി ജനിക്കുന്നത് കർണാടക നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാവേരി ഞങ്ങളുടെ ഇഷ്ടമല്ലേ? അങ്ങനെയൊക്കെയാണ് കർണാടക പറയുന്നത്. കാവേരി വേണം വേണം വേണമെന്ന് എന്തുകൊണ്ടാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്? കാവേരി ഞങ്ങൾക്ക് സ്വന്തമാണ്, കാവേരി വെള്ളം ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് കർണാടക പറയുന്ന ഒരു സമയത്താണ് തമിഴ്നാട്ടിലേക്ക് ഇത്രയും വെള്ളം നൽകണമെന്നൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ തീരുമാനം ആരാണ് എടുത്തത്? അതെങ്ങനെ സംഭവിച്ചു? എന്താണ് ഈ കാവേരി തർക്കത്തിന്റെ ചരിത്രം? എല്ലാം ഈ വീഡിയോയിലൂടെ വളരെ വിശദമായി അറിയാം. കാവേരി വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടർന്ന് കാണുന്നതിന് മുൻപ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കമന്റ് കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്താൻ അത് സഹായിക്കുകയുള്ളൂ. ആദ്യം 2016 നടന്ന ആ ഉയർന്ന തലത്തിലുള്ള തർക്കത്തെക്കുറിച്ച് പറയാം. 2016 എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നു. 8000 ക്യൂസെക്സ് വെള്ളമായിരുന്നു അതുവരെ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് പകരം ദിവസവും 15000 ക്യൂസെക്സ് വെള്ളം വിട്ടു നൽകണം എന്നൊരു തീരുമാനം വന്നു. എപ്പോഴാണോ ആ വിധി വരുന്നത്, ആ വിധിയെ എതിർത്തുകൊണ്ട് കർണാടകയിലുള്ള കർഷക സംഘടനകളും കർണാടക അനുകൂല പോരാളികളും രോഷാകുലരായി പ്രക്ഷോഭം നടത്താൻ ആരംഭിച്ചു. കർണാടകയിൽ ഇങ്ങനൊരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൽ കർണാടക വാഹനങ്ങൾക്കും കർണാടകയിലുള്ള ആളുകൾക്കും നേരെ ചെറിയ തോതിൽ ആക്രമണങ്ങളും തർക്കങ്ങളും ആരംഭിക്കുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്ന് ആരംഭിക്കുമ്പോൾ കർണാടകയിലും ഇത് തുടർന്നു. അങ്ങനെ ഇരുവശത്തും ഏത് തലത്തിലേക്കാണ്, ഏത് ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് സിദ്ധരാമയ്യയുടെ സർക്കാരായിരുന്നു കർണാടകയിൽ ഉണ്ടായിരുന്നത്. ജി പരമേശ്വരി ആയിരുന്നു ഹോം മിനിസ്റ്റർ. വിശ്വസിക്കാൻ കഴിയില്ല, 1-2 കിലോമീറ്ററിലും ഏതെങ്കിലും ഒരു വാഹനം തീ പിടിച്ച് കത്തുന്നുണ്ടായിരുന്നു ആ സമയം. അതിന് കാരണം ഇരുവശത്തും തർക്കം അത്രയും ഉയർന്ന തലത്തിലേക്ക് പോയിരുന്നു എന്നതാണ്. ഇതേ കാരണം കൊണ്ടാണ് കാവേരിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭ സമയത്ത് തമിഴ്നാട് വാഹനങ്ങൾ കർണാടകയിൽ, പ്രത്യേകിച്ച് ബംഗളൂരുള്ളപ്പോൾ രോഷാകുലരായ ആളുകൾ ആ വാഹനങ്ങൾക്ക് തീയിടുകയും മറ്റും ചെയ്തു. കർണാടകയിൽ മാത്രം ചെയ്തു എന്നല്ല, തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ ചെയ്തു. കർണാടകയിലുള്ള ആളുകൾ, അതായത് കന്നഡക്കാർ തമിഴ്നാട്ടിലായിരിക്കുമ്പോൾ അവർക്ക് നേരെയും ആക്രമണം നടന്നതിന്റെ കുറച്ചധികം വീഡിയോസ് പുറത്തു വരുന്നു. അത് വെച്ചുകൊണ്ട് കർണാടകയിലും സംഘർഷം ഉണ്ടാകുന്നു.
ഏതാണ്ട് മൈസൂർ റോഡിലെ എല്ലാ ഹൈവേകളും അവർ ഉപരോധിച്ചു. മൈസൂർ ആകട്ടെ, അപ്പുറത്ത് ഇലക്ട്രോണിക് സിറ്റി ഭാഗത്താകട്ടെ, ഇപ്പുറത്ത് ഹലസൂർ ഭാഗത്താകട്ടെ, പ്രധാനമായും തമിഴ്നാട് വാഹനങ്ങൾ എവിടെയൊക്കെയാണോ സഞ്ചരിക്കുന്നത് അതെല്ലാം അവർ ബ്ലോക്ക് ചെയ്തു. ഈ കാവേരി തർക്കം ഏത് തലത്തിലേക്ക് പോകുന്നു എന്ന് വെച്ചാൽ എല്ലാവരും വളരെ അഗ്രസീവായി മാറുന്നു. വിദ്യാർത്ഥികളും പ്രക്ഷോഭകരും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ പ്രതിഷേധത്തെ തടയാൻ കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതെ വരുന്നു. അപ്പോ സെൻട്രൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് അവിടെ നിന്ന് ആർമി ഫോഴ്സ് അടക്കം ഇങ്ങോട്ടേക്ക് വരുന്നു. സെഷൻ 144 പ്രാബല്യത്തിൽ വരുന്നു. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് കാര്യങ്ങളൊന്ന് തണുക്കുന്നത്. തണുത്ത ശേഷവും കർണാടകയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന തമിഴ്നാട് വാഹനങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. ഇപ്പോൾ ഈ കന്നഡക്കാർ ചോദിക്കുന്ന ചോദ്യം ഇത്ര മാത്രമാണ്: നമ്മുടെ കർണാടകയിൽ ജനിച്ച കാവേരിയുടെ വിഹിതം നമുക്ക് ലഭിക്കാതെ തമിഴ്നാട്ടുകാർക്ക് കൂടുതൽ കൊടുക്കണമെന്നുള്ള വിധി നൽകുന്നതിന് മുൻപ് ഇവിടെ എന്തെങ്കിലും ടെക്നിക്കൽ അനാലിസിസ് നടത്തിയോ? കാവേരി ആശ്രയിച്ച് ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ബംഗളൂരുവിൽ കാവേരി വെള്ളം എത്തിയില്ലെങ്കിൽ ബംഗളൂരുവിലെ കുടിവെള്ളത്തിന് എത്രത്തോളം വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയില്ലല്ലോ. ബംഗളൂരു മുഴുവനും ഇന്ത്യയാണ് പ്രതിനിധീകരിക്കുന്നത്. ബംഗളൂരുവിന്റെ വികസനത്തിന് കാവേരി എന്നത് ഒരു ഭാഗമാണ് എന്ന് വിശകലനം ചെയ്യാതെ വെറുതെ വെള്ളം തുറന്നുവിടാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? കർണാടകയിലുള്ള എത്രയോ കർഷകർക്ക് കാവേരിയുടെ ആവശ്യമുണ്ട്. അങ്ങനെയിരിക്കെ കാവേരി വെള്ളം നമ്മുടെ പക്കൽ ഇല്ലാതെ മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കർണാടകയിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു. കർണാടകയിലെ എല്ലാ ഭരണകാലത്തും ഈ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടേയിരുന്നിട്ടുണ്ട്. കർണാടക ചലച്ചിത്ര രംഗത്തെ നടീനടന്മാരും ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി. അപ്പുറത്ത് തമിഴ്നാട്ടിലും നടീനടന്മാർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ഇന്ന് വരെ കർണാടകയ്ക്കും തമിഴ്നാടിനും ഇടയിൽ ഈ ഒരു തർക്കം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 1892 എന്ന ആ വർഷത്തിലേക്ക് തിരികെ പോകണം. അന്ന് കർണാടകയിൽ കിങ്ഡം ഓഫ് മൈസൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി തമിഴ്നാട്ടിലാണെങ്കിൽ മദ്രാസ് പ്രസിഡൻസിയും. രണ്ടിടത്തും രാജാക്കന്മാരുടെ ഭരണമാണ് നടന്നിരുന്നത്. ഈ രാജാക്കന്മാർക്കിടയിൽ ഒരു കരാർ ഉണ്ടാകുന്നു. എന്താണ് ആ കരാർ? കാവേരി നമ്മുടെ കർണാടകയിൽ ജനിച്ചതാണെങ്കിലും തമിഴ്നാട്ടിലുള്ള കർഷകർ ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതായത് അതിന്മേൽ അവർ ഡിപ്പെൻഡന്റ് ആണ്. അതില്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. കൃഷി ആരംഭിക്കാൻ കാവേരിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ മൈസൂർ രാജാവ് അത് സമ്മതിക്കുകയും കാവേരി വെള്ളം വിട്ടു നൽകാൻ തയ്യാറാവുകയും ചെയ്തു. അതിനുശേഷം കർണാടകയിൽ ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന കർഷകർക്കായി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി രാജാവ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഏകദേശം 1910 ആ സമയത്ത് KRS ഡാം പണിയണം എന്നൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തപ്പോൾ അതിന് തടസ്സവും നിരോധനവും ഒക്കെ കൊണ്ടുവരുന്നത് ആരാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗത്ത് നിന്നാണ് അന്ന് സ്റ്റേ ഉത്തരവ് വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് KRS ഡാം നിർമ്മിക്കുക? നിങ്ങൾ KRS ഡാം നിർമ്മിച്ചാൽ ഇവിടെ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ KRS ഡാം പണിയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കർണാടകയിൽ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും വർഷങ്ങളോളം തുടർന്നു. ഏതാണ്ട് 10 മുതൽ 15 വർഷങ്ങൾക്ക് ശേഷം 1924 KRS ഡാം നിർമ്മിക്കുന്നതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയും ഈ ഡാം പണിയാൻ സമ്മതിക്കുകയും ചെയ്തു. കർണാടകയിൽ KRS ഡാം മാത്രം നിർമ്മിച്ചാൽ തമിഴ്നാടിന് അതിന്റെ നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ മേട്ടൂർ ഡാമും അതേസമയം കർണാടകയിൽ KRS ഡാമും നിർമ്മിക്കണമെന്ന് പറഞ്ഞ് ഇരുപക്ഷവും സമ്മതിച്ച് രണ്ടിടത്തും ഡാം പണിയാൻ ആരംഭിച്ചു. ഈ 2 ഡാമുകളും പണിതത് ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആർക്കൊക്കെ ഇത് അറിയാമെന്ന് നമുക്ക് കാണാം. ആ ഡാം പണിതതിന് ശേഷം മാഠയിലുള്ള വലിയൊരു വിഭാഗം കർഷകരുടെ ജലക്ഷാമത്തിന് ഒരു വലിയ പരിഹാരം ലഭിച്ചു. ആ ഡാം നിർമ്മിക്കുന്ന കരാറിനൊപ്പം വെള്ളം വിട്ടു നൽകുന്ന കരാറും ഒപ്പിട്ടു. അതായത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം വിട്ടു നൽകുന്ന ഒരു കരാർ ഉണ്ടായിരുന്നു. ഏതാണ്ട് 50 വർഷത്തേക്കായിരുന്നു ഈ കരാർ ഉണ്ടായിരുന്നത്. 1924 നടന്ന ഈ ഒരു കരാർ 1974 അവസാനിക്കുകയും ചെയ്തു. ആ കരാർ നടന്ന ആ സമയത്ത് കർണാടകയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണമായിരുന്നു. പിന്നെ മൈസൂർ രാജാക്കന്മാരുടെ ഭരണവും. അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ അവർ ശബ്ദമുയർത്താൻ തുടങ്ങി. 50 വർഷം മുൻപത്തെ ആ കരാർ അന്നത്തോടെ, അതായത് 1974 അവസാനിച്ചു. ഇനിമേൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് വെള്ളം വിട്ടു നൽകേണ്ട ഏതൊരു ആവശ്യവും ഇല്ല എന്നും പറഞ്ഞു. അതിന് തമിഴ്നാട്ടുകാർ ഒരു തർക്കം ഉന്നയിച്ചു. എന്താണ് തർക്കം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ ഈ കാവേരി വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന കർഷകർക്ക് നിങ്ങൾ വെള്ളം വിട്ടു നൽകിയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും.
നിങ്ങൾ വെള്ളം തരില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നും പറഞ്ഞ് തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും ചില കമ്മിറ്റികളും ഒക്കെ സംസാരിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടും യാതൊരു തീരുമാനത്തിലും എത്തിച്ചേർന്നില്ല. എന്നാൽ വെള്ളം ഞങ്ങൾക്ക് വിട്ടു നൽകിയേ തീരൂ എന്നപേക്ഷിച്ച് ആ തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. 1986 തമിഴ്നാട് സർക്കാർ ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. എന്താണ് ആ നീക്കം എന്ന് വെച്ചാൽ, ഇന്റർ സ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ് ഈ ഒരു തർക്ക വിഷയത്തിൽ 1956 നിയമം മുൻനിർത്തി സെൻട്രൽ ഗവൺമെന്റിനെ സമീപിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ എത്രയോ കർഷകർ ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. പെട്ടെന്ന് കർണാടകക്കാർ കാവേരി വെള്ളം തരില്ല എന്ന് പറയുന്നത് അവരുടെ അവകാശമല്ല, കാവേരി അവരുടെ മാത്രം സ്വത്തല്ല എന്ന് കാണിച്ച് സെൻട്രൽ ഗവൺമെന്റിനോട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്നു. തമിഴ്നാട് സർക്കാർ സെൻട്രൽ ഗവൺമെന്റിനെ സമീപിച്ചതോടെ 1990 കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രിബ്യൂണൽ രൂപീകരിച്ചു. ഇതിനുശേഷം പ്രതിവർഷം ഒരു മുഴുവൻ വർഷത്തേക്ക് 205 TMC വെള്ളം കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വിട്ടു നൽകണം എന്നൊരു വിധി കൊണ്ടുവരുന്നു. ആ വിധി വന്നതോടെ കർണാടക എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഇത്രയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തവശേഷിക്കും എന്ന് ചോദിച്ച് കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി തർക്കം തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. അവിടെ ഒരു ജലമണ്ഡലം രൂപീകരിക്കപ്പെട്ടെങ്കിലും പിന്നീട് അതൊരു അതോറിറ്റി ബോർഡ് സൃഷ്ടിക്കുന്നു. ഈ അതോറിറ്റി ബോർഡിൽ ആരെല്ലാമാണ് ഉള്ളതെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരും ഒപ്പം കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ചില പ്രതിനിധികളും അതിലുണ്ടാകുന്നു. ഈ അതോറിറ്റിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിൽ ഇത്ര TMC വെള്ളം വിട്ടു നൽകണം എന്നൊരു നിയമം ഉണ്ടല്ലോ, അത്രയും വെള്ളം വിട്ടു നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിയന്ത്രിക്കാനും ഭരിക്കാനുമായി 1998 സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ബോർഡ് രൂപീകരിച്ചു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, തമിഴ്നാടും കർണാടകയും തമ്മിൽ തർക്കം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം വരൾച്ചയാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വരൾച്ച അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. മഴ പെയ്തില്ലെങ്കിൽ അവിടെ ജലനിരപ്പ് കുറയും. ജലനിരപ്പ് കുറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട വെള്ളം വിട്ടു നൽകിയാൽ അത് കർണാടകയ്ക്ക് ബുദ്ധിമുട്ടായി മാറും. പ്രത്യേകിച്ച് ബംഗളൂരുവിന് ബുദ്ധിമുട്ടാകും, മാണ്ഡ്യ മേഖലയിലുള്ള കർഷകർക്ക് ബുദ്ധിമുട്ടാകും എന്ന കാരണത്താലാണ് ഈ തർക്കം ഉയർന്ന തലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി ആദ്യം ശബ്ദമുയർത്തുന്നത് മാണ്ഡ്യയിലെ കർഷകർ തന്നെയാണ്. 2002 വലിയൊരു വരൾച്ച ഉണ്ടാകുന്നു. ആ സമയത്ത് കർണാടകയും തമിഴ്നാടും തമ്മിൽ ഈ കാവേരി തർക്കത്തിൽ വലിയ വഴക്കുണ്ടായി. 2007 2013 2016 ഇത് സംഭവിക്കുന്നു. 2016 എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കാവേരി വാട്ടർ മാനേജ്മെന്റ് ബോർഡും കാവേരി വാട്ടർ അതോറിറ്റി ബോർഡും ചേർന്നാണ് വെള്ളം കൃത്യമായി സാങ്കേതികമായി വിട്ടു നൽകുന്നുണ്ടോ, വർഷത്തിൽ വെള്ളം നിയന്ത്രണത്തിൽ നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിക്കുന്നത്. ഈ രണ്ട് ബോർഡുകളും അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അതോറിറ്റിയും കമ്മിറ്റി ബോർഡും ഉണ്ടാക്കുന്നതിന് മുൻപ് സുപ്രീം കോടതിയും ഇതെല്ലാം സമയം നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് സമയം നൽകിയതെന്ന് വെച്ചാൽ, മഴ എങ്ങനെ പെയ്യുമെന്ന് കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം വെച്ച് അവർ പ്രവചിക്കേണ്ടതുണ്ട്, അഥവാ ഒരു വിശകലനം ചെയ്യേണ്ടതുണ്ട്. മഴ എങ്ങനെ ലഭിക്കും, ജലസംഭരണം എത്രയാകും, എത്ര വെള്ളം തുറന്നുവിടും, അതൊക്കെ എവിടേക്ക് പോകും, ഏതൊക്കെ നദികളുടെ സംഭാവനയുണ്ട്, വെള്ളത്തിന്റെ ആശ്രിതത്വം എത്രയാണ്, ബംഗളൂരുവിലേക്ക് എത്ര വെള്ളം ആവശ്യമുണ്ട്, കർണാടകയിലെ കർഷകർക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, തമിഴ്നാട്ടിലെ കർഷകർക്ക് എത്രത്തോളം ആവശ്യമുണ്ട്, ഇതെല്ലാം വിശകലനം ചെയ്ത് ടെക്നിക്കൽ വിവരങ്ങൾ പരിശോധിച്ചാണ് അതോറിറ്റിയും മാനേജ്മെന്റ് ബോർഡും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. അതായത് രണ്ടിടത്തും നീതി ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഈ രണ്ട് ബോർഡുകളും രൂപീകരിച്ചത്. തുടക്കത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വരുന്നു. പ്രതിവർഷം 419 TMC വെള്ളം തമിഴ്നാട്ടിലേക്ക് കർണാടക വിട്ടു നൽകിയേ തീരൂ എന്ന് വിധി വരുന്നു. ഇനി കർണാടകയ്ക്ക് എത്രയാണ് നൽകിയത്? 270 TMC വെള്ളം കർണാടകയ്ക്ക് ഉപയോഗിക്കാം. തമിഴ്നാട്ടിലേക്ക് 419 TMC വെള്ളം വിട്ടു നൽകണമെന്നുള്ളതായിരുന്നു വിധി. ഈ വിധിയെ കർണാടകയിലെ കർഷകരോ പൊതുജനങ്ങളോ അംഗീകരിച്ചില്ല. കാരണം കുടകിലെ തലക്കാവേരിയിലാണ് കാവേരി ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ നദി നമ്മുടെ കൺട്രോളിലായിരിക്കണം, അല്ലാതെ ആരോ വന്ന് വെള്ളം വിട്ടു നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കർണാടകയിലെ ജനങ്ങൾ അപേക്ഷ നൽകുന്നു. അടിസ്ഥാനപരമായി നമ്മുടെ നാട്ടിലെ നദികളും മണ്ണും വെള്ളവും എല്ലാം വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും പുതിയ നിയമങ്ങളോ റൂളുകളോ കൊണ്ടുവരുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി മനസ്സിലാക്കുന്നത് മാറ്റിവെച്ചാൽ അവർക്കത് സ്വീകരിക്കാൻ പോലും കഴിയില്ല. ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് കാവേരി ആകട്ടെ മറ്റു നദികളാകട്ടെ അതൊന്നും ആരുടെയും വ്യക്തിപരമായ സ്വത്തല്ല എന്നാണ്. എന്താണ് പൊതുസ്വത്ത് എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ മണ്ണും വെള്ളവും നദിയും എല്ലാം ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. അത് ഒരു സംസ്ഥാനത്തിൻ്റെത് മാത്രമല്ല. കാവേരി കർണാടകയിൽ ജനിച്ചതാണെങ്കിലും അത് കർണാടകയുടെ സ്വന്തമല്ല എന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത്. എന്നാൽ കർണാടകയിലെ കർഷകരും
അവിടുത്തെ ജനങ്ങളും പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച ഞങ്ങളുടെ കാവേരി, കർണാടകയുടെ മടിത്തട്ടിൽ ജനിച്ച കാവേരി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പോരാടുന്നു. ഈ രണ്ട് ചിന്തകൾ കാരണമാണ് തർക്കം ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വെള്ളം വേണം വേണം എന്ന് പറഞ്ഞ് അവർ സെൻട്രൽ ഗവൺമെന്റിനെ സമീപിക്കുന്നു. ഇവിടെ ഈ രണ്ട് ബോർഡുകൾ ഉണ്ടല്ലോ, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ വേറെ ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. അതോറിറ്റിയും മാനേജ്മെന്റും. അതിൽ അതോറിറ്റിയാണ് പ്രധാനം. കൂടുതൽ ഡിപ്പെൻഡൻസി ബംഗളൂരിനാണോ അതോ തമിഴ്നാടിനാണോ എന്ന് വിശകലനം ചെയ്ത് ആ വിവരങ്ങൾ സുപ്രീം കോടതിക്ക് നൽകുകയാണ് ഈ അതോറിറ്റി ബോർഡ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്ന ശേഷമാണ് ഒരു വിധി വരുന്നത്. ബോർഡിൽ ആരെല്ലാമാണ് വർക്ക് ചെയ്തിരുന്നത്, ഏതെല്ലാം രീതിയിലാണ് പ്രവർത്തിച്ചത്, കർണാടകയിൽ ശരിക്കും ശക്തമായ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നോ, ശക്തരായ വക്കീലന്മാരുണ്ടായിരുന്നോ എന്നതെല്ലാം അവിടെ വലിയ കാര്യമായിരുന്നു. ഈ വിധി വരുന്നതിന് മുൻപ് 2007 419 TMC തമിഴ്നാടിന് നൽകണം, 270 TMC ബംഗളൂരുവിന്, അതായത് കർണാടകയ്ക്കായിരിക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ കർണാടക അത് എതിർത്തു. അതിനുശേഷം ഒരു കാരണം ചൂണ്ടിക്കാട്ടി അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതായത് കർണാടകയിൽ ബംഗളൂരു വളരെ വേഗത്തിൽ വികസിക്കുകയാണ്. ധാരാളം ആളുകൾ ബംഗളൂരുവിലേക്ക് വരുന്നുണ്ട്, നിരവധി വീടുകൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് കർണാടകയിൽ ബംഗളൂരുവിന് കാവേരി വെള്ളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആകസ്മികമായി കാവേരി വെള്ളം ലഭിച്ചില്ലെങ്കിൽ ബാംഗ്ലൂരിൽ വരൾച്ച വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ വരൾച്ച വന്നാൽ വരുമാനം ലഭിക്കില്ല. വരുമാനം ലഭിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ GDPയെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് സാമ്പത്തികമായും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രശ്നമുണ്ടാകുമെന്ന കാരണം മുൻനിർത്തിയാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോയതിനു ശേഷം സുപ്രീം കോടതി എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? ഇനി 14.7 TMC വെള്ളം കൂടി അധികമായി കർണാടകയ്ക്ക് നൽകണം. മുൻപ് 419 TMC തമിഴ്നാടിന് നൽകിയിരുന്നതിൽ നിന്ന് 14.75 TMC കുറച്ച് അത് കർണാടകയ്ക്ക് നൽകണമെന്ന തീരുമാനം വരുന്നു. ആ തീരുമാനവും കർണാടക പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടെ ജനിച്ചൊഴുകുന്ന വെള്ളം മറ്റുള്ളവർക്ക് കൂടുതൽ നൽകുന്നത് എവിടത്തെ ന്യായമാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രക്ഷോഭം. കർണാടകയിലെ മുഖ്യമന്ത്രിമാരിൽ ഈ വിഷയത്തിൽ വളരെ ശക്തമായി പേരെടുത്ത വ്യക്തി അത് ബംഗാരപ്പയാണ്. വന്ന വിധികളെല്ലാം അദ്ദേഹം എതിർത്തു. ഇത്രയും വെള്ളം വിട്ടു നൽകാൻ എനിക്ക് കഴിയില്ല എന്ന് നിർബന്ധമായി പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് കർണാടകയിൽ ഇന്ന് വരെ കാവേരി തർക്കത്തിൽ ശക്തമായ ഒരു തീരുമാനമെടുക്കുകയും വിധിയെ ശക്തമായി എതിർക്കുകയും ചെയ്ത വ്യക്തിയായി ബംഗാരപ്പയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. മൊത്തത്തിൽ കാവേരി തർക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ഒരു തർക്കം 2026 എത്തി നിൽക്കുമ്പോഴും ഉറച്ച ഒരു തീരുമാനമോ കൃത്യമായ ന്യായമായ ഒരു പരിഹാരമോ ഇല്ലാതെ തുടരുകയാണ്. അങ്ങനെ ഒരു ന്യായമായ തീരുമാനം വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് ബോർഡുകളുണ്ട്. ഒന്ന് അതോറിറ്റിയും ഒന്ന് മാനേജ്മെന്റും. ഈ അതോറിറ്റി ബോർഡ് സെൻട്രൽ ഗവൺമെന്റിന് നൽകുന്ന വിവരങ്ങൾ ശരിയാണോ അല്ലയോ, ഏതടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത്രയും വെള്ളം നൽകണമെന്ന് അതോറിറ്റി തീരുമാനിക്കുന്നത്, ആ അടിസ്ഥാനം ശരിയാണോ എന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഒരു മലയാളി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അയൽ സംസ്ഥാനക്കാരൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവനോപാധിയും ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ള പ്രശ്നവുമാണ്. ഒരു നദി ഉത്ഭവിക്കുന്ന നാട്ടിലെ ആളുകൾക്ക് അതിനോടുള്ള വൈകാരിക ബന്ധവും ആ വെള്ളത്തെ തലമുറകളായി ആശ്രയിക്കുന്ന താഴെത്തട്ടിലെ കർഷകരുടെ ആവശ്യവും ഒരുപോലെ ന്യായമാണ്. കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും രൂക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇത് ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന നിയമ സാങ്കേതിക വിദഗ്ധരുടെയും ശാസ്ത്രീയമായ ജലപരിപാലനത്തിന്റെയും ആവശ്യകതയാണ് ഇവിടെ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ അതിരുകൾക്ക് അതീതമായി ഇരു സംസ്ഥാനങ്ങളിലെയും കർഷകരുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ശാശ്വത പരിഹാരമാണ് ഇവിടെ വേണ്ടത്. ഈ കാവേരി വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. ഞാനിതിൽ പറയാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.